പുറത്ത് വെള്ളം ഒഴിക്കാൻ നടക്കും. നീ ആര് എന്റെ പുറത്ത് വെള്ളം ഒഴിക്കാൻ? ആ ഒഴിക്ക് നീ. ചൂടേറിയ വിഷയം ചൂടാറുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഇന്നത്തെ പ്രമോ വീഡിയോ. എനിക്കറിയാം എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടാവും, കുറെ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ എന്ന് പറയുന്ന വ്യക്തി വെയിറ്റ് ചെയ്തത് എനിക്ക് ഈ ഫുൾ എപ്പിസോഡ് കാണണമായിരുന്നു. ഫുൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ വിഷയത്തെ പറ്റി പറയൂ എന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ആണെങ്കിലും അനീഷ് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഏത് കണ്ടസ്റ്റന്റിനോടാണ് കുറച്ച് താല്പര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പറയുന്ന ഒരു പേര് നെവിന്റെയാണ്. കാരണം ആള് ബിഗ് ബോസിൽ കുറച്ചൊരു എന്റർടൈൻമെന്റ് ആണ്. ആള് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പൊ അതല്ല. ഇപ്പൊ നെവിന് തലയിൽ ഒരു കൊമ്പ് വന്നിട്ടുണ്ട്. പണ്ട് കാണിച്ചതെല്ലാം തമാശയ്ക്കും ജോക്കിന്റെയും പുറത്താണെങ്കിൽ ഇന്നത് മാറി അഹങ്കാരത്തിന്റെയും എതിർത്തു പറച്ചിലിന്റെയും ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. ലാലേട്ടനോടാണെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടാണെങ്കിലും, ലാലേട്ടനോ കുഞ്ഞുമോനെ വാവക്കുട്ട എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ എഴുതി തള്ളുമെങ്കിലും കുറെയൊക്കെ ആളുടെ പെരുമാറ്റത്തിലും ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ മുളയിലെ നുള്ളണായിരുന്നു. അത് ചെയ്യാണ്ട് അതിനെ അങ്ങ് ചേർത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് അത് എന്ത് ചെയ്യും, ഒന്ന് വിട്ടുപോകും. ആ വിട്ടുപോയൊരു സാധനം തന്നെയാണ് ഇന്ന് നെവിന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. തിളച്ചുള്ളല്ലോ ഇല്ല. ഞാൻ ക്യാപ്റ്റനാവുന്നിടത്തോളം കാലം ഞാൻ നിന്റെ കാര്യം തന്നെ നോക്കും. എഴുന്നേക്ക്. അതെ. എങ്ങനെയാന്ന് വെച്ചാല് ഗെയിം കളിച്ച് നല്ല ക്ഷീണിച്ചിട്ട് എല്ലാ കണ്ടസ്റ്റൻസും റെസ്റ്റ് എടുക്കുകയാണ്. ആര്യൻ വളരെ മാന്യമായിട്ട് എല്ലാവരുടെ അടുത്തും വന്ന് പറയുന്നുണ്ട് ഉറങ്ങരുത് എന്ന്. ഇപ്പം ഷാനവാസ് ഒക്കെ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്, ഉറങ്ങുന്നില്ല, ക്ഷീണം കാരണം ഒന്ന് കിടക്കുകയാണ്, ഉറക്കം വരുമ്പോൾ ഞാൻ കണ്ണ് തുറന്നോളാം. അപ്പം 3 ലീഡേഴ്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ബാക്കി എല്ലാവരും ആ സൈഡിൽ നിന്ന് പോവാണ്ട് ചുരുണ്ടുകൂടിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും നെവിന്റെ നേരെ ഫോക്കസ് പോയത് അനുലാണ്. കാരണം നെവിനും അനു പണ്ട് തൊട്ടേ നല്ലൊരു ടേംസിലല്ല. നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടിങ്ങിൽ നെവിൻ ഇറങ്ങി പോകാനുള്ളതിന്റെ ഒരു റീസൺ തന്നെ അനുമോളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവിന് ഭയങ്കര ഹേറ്റ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. നെവിൻ ഓൾവേസ് ആളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയിട്ടാണ്. അപ്പൊ നെവിൻ ആ ക്യാപ്റ്റൻ ഭരണം വെച്ച് നേരെ പോയത് അനുമോളുടെ അടുത്താണ്. അനുമോള് നെവിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അനുമോളും വലിയ ഒരു നല്ല രീതിയിലല്ല പറഞ്ഞത്. നീ ഏതാ കണാപ്പൻ, നീ അവിടെ പോയി കൊരച്ചാതി എന്ന് വെച്ചാൽ ഇൻഡയറക്ട്ലി നെവിനെ കയറി ഡോഗേന്ന് വിളിച്ചതാണ്. എന്തായാലും ബാക്കി കാണാം. ഞാൻ നിനക്ക് സമയം തരും, അതിനുള്ളില് എണീറ്റിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും. അപ്പൊ വെള്ളം ഒഴിക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഞാൻ കിടക്കാതിരിക്കും. എണീറ്റിരിക്കണം, കാരണം ഉറങ്ങിപ്പോകും. പിന്നെ ഉറങ്ങിപ്പോകുമെങ്കിൽ ഇല്ല, ആരെങ്കിലും വിളിച്ചു ബിഗ് ബോസ് വിളിക്കും. ഞാൻ വിളിക്കാം. നീ കുറയ്ക്കാതെ പോകും. ഇവിടെ ശരിക്കും പറഞ്ഞാല് നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അനു ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അനുവിനോട് ഇത് കാണിക്കായിരുന്നു. അനു എല്ലാരെ പോലെ ആ ബെഡിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ നെവിന്റെ റിവെഞ്ച് അവിടെ കൊണ്ടുപോയി കാണിച്ചതാണ്. ആൻഡ് അനു എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾറെഡി അറിയാം ഉറങ്ങാൻ പാടില്ല. ഈ ക്ഷീണം വെച്ച് ഞാൻ ഉറങ്ങി പോവോ എന്ന് കരുതി നെവിൻ പറഞ്ഞു എന്ന രീതിയിൽ അനുവിനെ എടുത്തുകൊണ്ട് അനു ഇല്ല ഞാൻ ഉറങ്ങില്ല എന്ന് മര്യാദയ്ക്ക് പറയുകയോ ഇരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയം അവിടെ ബാലൻസ്ഡാ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയും കാണിച്ചിട്ടുണ്ട്, കൊനഷ്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ വരെയുള്ള ഭാഗം. ഇതാണ് പിന്നെ നീ ആര്? നീ വിളിക്കുമ്പോ ഞാൻ എഴുന്നേക്കാം. എന്റെ പുറത്ത് വെള്ളം വല്ല വീഴുമെങ്കിൽ അത് ഞാൻ ആരുടെ വരുമ്പോ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. രാവിലെ പോലെ ഇരിക്കുവേ വെള്ളമല്ലേ താല്പര്യം പോ മര്യാദ. എന്തോ കാണിക്കുന്നത്? വെള്ളം വീട്ടാവശ്യം പോയി
സോൾട്ട് എന്താ വെള്ളം ഒഴിച്ചോ. എന്റെ പുറത്ത് വെള്ളം ഒഴിക്കാണ്. നീ ആര് എന്റെ പുറത്ത് വെള്ളം ഒഴിക്കേ? എന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് മല്ലിക കിടക്കണ എന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത്. അവൻ കുപ്പി നിറച്ചിട്ട് വരും. അവൻ എനിക്ക് വെള്ളം പുറത്ത് ഒഴിക്കട്ടെ. എന്തും കാണിക്കാം, എന്ത് തോന്നിവാസവും കാണിക്കാം, മറ്റൊരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ പ്രൈവസിയിൽ കയറി കളിക്കാം എന്ന് പറയുന്നതല്ല ശരിക്കും ബിഗ് ബോസ് ഷോ. ബിഗ് ബോസ് ഷോന് അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു എത്തിക്സ് ഉണ്ട്, അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഗെയിം ഉണ്ട്. അത് വിട്ടുപോയിട്ടുള്ള ഒരു കളി തന്നെയാണ് നെവിന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു റോങ് മിസ്റ്റേക്ക്. നെവിന്റെ ബിഗ് ബോസ് ഗെയിം മാറ്റിപ്പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ കുറെ ദിവസങ്ങളായി നെവിൻ കോൺട്രവേഴ്സികൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടതും വേണ്ടാത്തടുത്തും പോയിട്ട് അനാവശ്യമായ ഫൈറ്റുകൾ ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്തായാലും ബാക്കി കാണാം. ഞാൻ ഒരു മഗ്ഗിലാണ് കൊടുത്ത, പക്ഷെ മോത്തരിയാൻ മോത്തരിയാൻ വേണ്ടി കുറച്ച് ചോദിച്ചപ്പോ ഇത് അതിലെ അറിയാം. ഇത് ഞാൻ അത് പൊതുവെ ചെയ്യാനില്ലല്ലോ കുറച്ചൊക്കെ നമ്മൾ ക്യാപ്റ്റനായ സമയത്തൊക്കെ. എവിടെ കിടക്കായിരുന്നു അപ്പൊ എന്നെ ഒന്ന് വിളിച്ചു. ആര്യൻ ചേട്ടൻ ആസ് യൂഷ്വൽ ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ വെള്ളമൊഴിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ക്ലാപ്പ് അടിച്ച് ചിരിച്ചിട്ടുള്ള ഒരാള് ആര്യൻ തന്നെയാണ്. ആര്യന് ജിസയിലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യവും ആര്യൻ മറന്നിട്ടില്ല. കാരണം അക്ബറിനെ ഇപ്പൊ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഏഷണി കയറ്റിക്കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒന്നല്ല, കുപ്പിയിലുള്ള മുഴുവൻ വെള്ളം എന്റെ അടുത്ത് കമത്തി. മുഴുവൻ വെള്ളം ഞാനാണ് തളിച്ചത്. അപ്പൊ കുപ്പിയിലുള്ള വെള്ളം മുഴുവൻ എന്റെ മേത്തോട്ട് കമത്തി. ഇതെന്താ അനീഷ ഇനിയിപ്പോ അനുമോളുടെ ആസ് യൂഷ്വൽ ഒച്ചപ്പാട്, കരച്ചിൽ, ഡ്രാമ, വിഷയങ്ങൾ, കാര്യങ്ങളൊക്കെ ഇവിടെ അതിഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോവുകയാണ്. നോക്കാം എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്താ വിഷയത്തെ കുറിച്ച് എന്നുള്ളത്. കിട്ടിയിട്ടില്ല. അച്ഛന്റെ അമ്മയെ അടി തന്ന് വളർത്താത്തിന്റെ സ്വഭാവമാണ് നീ കാണിക്കുന്നത്. അതിന്റെ കുറവ് നീ കാണിക്കുന്നത്. പോടാ ആണുങ്ങളെ പറയുന്നത് പോ നോക്ക്. നിന്നെ പോലെ തൊട്ടനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കാണൂല നീ നല്ലൊരു ക്യാപ്റ്റൻ എന്ന നിലയില് ഈവൻ ഇനി അനുമോൾക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കും ഒഴിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ? ഒഴിക്കല്ല ചെയ്തത്, തളിച്ചു. ശരിയാണ്. ഇവിടെ അതിലേക്ക് വന്നിട്ട് തളിക്കുന്നതൊക്കെയാടാ. ഇത്ര ഒഴിക്കേണ്ടിയിരുന്നോ? കിടക്കാനുള്ളതല്ലേ. എനിക്ക് മേത്തൊഴിക്കണം. ഇവള് പറഞ്ഞെന്താ, ക്യാമറയിലും ജനങ്ങൾ കണ്ട ക്യാമറയിലും മൈക്കിലും എനിക്ക് പ്രോപ്പർട്ടി നശിപ്പിക്കണം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഇത് വെയിലത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കണ്ടൊരു സാധനം എന്താന്ന് വെച്ചാല് ഈ എപ്പിസോഡിലുള്ള ആൾക്കാർ മുഴുവൻ കുറച്ച് സപ്പോർട്ട് നെവിന്റെ സൈഡിലോട്ടാണ്. കാരണം അനുമോളോടുള്ള ഹെയ്റ്റ് കൊണ്ടാണ്. ആൻഡ് ഇവര് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തെളിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഇങ്ങനെ ഒഴിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ള. അതിന് നെവിൻ പറയുന്ന ഒരു റീസണേ ഞാനൊന്ന് തെളിച്ചതിന് ഒരു കുപ്പി വെള്ളം എന്റെ മേത്ത് ഒഴിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു സില്ലി വിഷയമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവരുടെ ഇടയിലുള്ള ഈഗോ ക്ലാഷും പിണക്കവും വഴക്കും ഒക്കെയാണ് ഈ വലിയൊരു വിഷയത്തിലോട്ട് ഈ ഒരു സാധനത്തിനെ കൊണ്ടുപോയിട്ടുള്ളത്.
അക്ബർ പറയുന്നത് ഒരു ഏഷണിയായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ അക്ബർ പറഞ്ഞ ഈ ഒരു സാധനം തന്നെ എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളൂ. ഇത് എങ്ങനെ എടുക്കുന്നു എന്നതിലാണ്. നിങ്ങൾ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അനുമോൾ ഒരിക്കലും ഈ ഒരു ഇഷ്യൂവിന് കുറ്റം പറയാ എന്ന് കരുതരുത്. അനുമോൾ കുറച്ചും കൂടി ഒരു സില്ലി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അനുമോള് പൊതുവെ പരാതികള്, പരിഭവങ്ങള്, തെറ്റലുകള്, ഈഗോകള്, വാശി മനസ്സിൽ വെക്കുക, ദേഷ്യം മനസ്സിൽ വെക്കുക, ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് അനുമോള്. അപ്പൊ അനുമോളെ സംബന്ധിച്ച് അനുമോളിന് നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് വളരെ ദേഷ്യമാണ്. അപ്പം അനുമോളിന്റെ അടുത്ത് നെവിൻ അങ്ങനെ ചെയ്യുമ്പം അനുമോളിന് ഒരിക്കലും ഇതൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. തുടക്കം തൊട്ടേ അനുമോള് പറയുന്ന വർത്താനങ്ങളാണെങ്കിലും ഇതൊക്കെ നെവിനോടുള്ള ഒരു ഹെയ്റ്റാ. അപ്പൊ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഇത് കണ്ട് മനസ്സിലാക്കി അനുമോളോട് മിണ്ടാണ്ട് നിൽക്കുകയും അനുമോളെ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു വിഷയം ഉണ്ടാവില്ല. അല്ലെ, അനുമോൾ ആ മനസ്സിലുണ്ടായിരുന്ന ഒരു വെറുപ്പും ദേഷ്യവും മാറ്റി വളരെ നോർമലായി നെവിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിലും ഈ വിഷയം ഉണ്ടാവില്ല. അപ്പം ഇത് എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ തല്ലും വഴക്കും കച്ചറയും ഒച്ചപ്പാടിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു റിഫ്ലക്ഷൻസ് ആണ്. അത് പറയുക, സംസാരിക്കുക, സോൾവ് ചെയ്യുക, അല്ലെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓരോ ദിവസവും ഉണ്ടാവുന്ന വിഷയങ്ങൾ അന്ന് ദിവസം വിട്ട് നെക്സ്റ്റ് ഡേ പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് വ്യക്തികൾക്കും മെന്റലി ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് നിൽക്കാനും സാധിക്കും. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. രണ്ടുപേരും ഒരുപോലെ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത് വലിയൊരു വിഷയമായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഒക്കെ. ഒരു മേ ബി ഇന്നിപ്പോൾ ഇവർ ഇതിന്റെ പേരിൽ എത്ര കച്ചറയും വഴക്കും തല്ലും ഒക്കെ ഉണ്ടാക്കിയാലും നാളെയും മറ്റന്നാളാവുന്ന സമയത്ത് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കൊടുത്തിട്ട് ഈ വിഷയമൊക്കെ തീർന്നിട്ട് ഇതാക്കും. നമ്മളിത് റിയാക്ട് ചെയ്യുന്നത് തന്നെ വളരെ ഇതായി പോവും. പിന്നെ പരിധികൾ എപ്പോഴും ഉണ്ടാവണം. അത് ബന്ധത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു പരിധി നമ്മൾ വെക്കണം. ഒരു പരിധി കടന്ന് നമ്മൾ ഒരാളുടെയും ഇതിലോട്ട് കയറരുത്. നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മൾക്ക് കൈ ചൂണ്ടാൻ മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പ് വരെയെന്ന്. ആ തുമ്പ് കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ കുറെ ശ്രദ്ധിക്കും. എന്തായാലും ലാലേട്ടൻ വന്നാൽ ഇതൊരു വിഷയമാവും. വലിയൊരു വിഷയമായി ഒരു ബോംബ്ലാസ്റ്റിക് ടോപ്പിക് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചർച്ചയിൽ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടില്ലാത്ത രീതിയിൽ അതങ്ങ് സോൾവ് ചെയ്ത് വിടും. പക്ഷേ എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് 7 വർഷമായിട്ടാണ്. അതുപോലത്തെ 30 വർഷമായിട്ട് എന്റെ നാട്ടുകാർക്ക്, എന്റെ വീട്ടുകാർക്ക്, എന്റെ ബന്ധുക്കൾക്ക് എന്നെ അറിയാം. അനുമോൾ എല്ലാവർക്കും അറിയാം. അയ്യോ, നീ പറയുന്നത് സത്യങ്ങൾ എന്തുകൊണ്ട് കാണിച്ചു തമ്മില്ല. എടോ, അഹങ്കാരാവാം, പക്ഷെ ഇത് തലക്കനപ്പാവരുത്. അനുമോള് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, അല്ലെ ആക്ടിങ് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, സമ്മതിച്ചു. അനുമോളിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു അഹങ്കാരമായി കാണരുത്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് ഈ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇന്നതൊക്കെ മാറിയിട്ടുണ്ട് അനു. ഇന്ന് കുറെ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അനുവിന്റെ അടുത്ത് നല്ല ഹെയ്റ്റ് ഉണ്ട്. പിന്നെ നെവിൻ എന്ന് പറയുന്ന വ്യക്തിനെ ഇന്ന് 1000 ആൾ അറിയുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ലക്ഷങ്ങൾ ആൾ അറിയും. അനു എന്ന് പറയുന്ന വ്യക്തിക്ക് സീരിയലും റിയാലിറ്റി ഷോ ഉള്ള അത്രയും കാലം മാത്രമേ അനു എന്ന് പറയുന്ന വ്യക്തി ഫ്രണ്ടോട്ട് എക്സിസ്റ്റ് ചെയ്യൂ. നെവിൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല. പുള്ളി സ്വന്തം കണ്ടന്റ് കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിന് സീരിയലും സിനിമയും നിർത്തിയാലും പുള്ളി ഫ്രണ്ടോട്ട് ജീവിക്കുക തന്നെ ചെയ്യും. അഹങ്കാരമൊക്കെ ആവണം, പക്ഷെ ഒരു ലിമിറ്റ് വേണം. ഒരു ക്യാപ്റ്റൻ സംസാരിക്കാൻ വരുമ്പം ക്യാപ്റ്റന് കൊടുക്കേണ്ട റെസ്പെക്ട് അനുമോള് ക്യാപ്റ്റന് കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ട് അനുമോള് കൊടുത്തില്ല? അനുമോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു നിന്നു. അനുമോള് നെവിനെ കുറയ്ക്കാണ്ട് പോടാ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി പട്ടീന്ന് വിളിച്ചല്ലോ. ഇതൊക്കെ അനുമോളുടെ ആൾക്കാർ സ്നേഹിക്കൂ? അഹങ്കാരം തലക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അത് കാണാൻ പറ്റില്ല. അല്ല, എന്ത് പറഞ്ഞിട്ടുണ്ട്? നിനക്ക് ഈ ചെളിവാരി എറിയുന്ന സ്വഭാവം മാത്രമേ നിന്റെ ക്വാളിറ്റി പറയാൻ പറ്റില്ല. അതേ മാത്രമേ ഉള്ളൂ നിന്റെ ഫോട്ടെ. ചെളിവാരി എറിയുക, കാണാത്ത കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരെ വിളിക്കുക, അത് മാത്രമാണ് നിന്റെ വ്യക്തിത്വം. മനസ്സിലായില്ലേ? എടി, ഒരാളുടെ കിടക്കുന്നത് പോലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഉളുപ്പ് നാളമില്ലാത്ത നിന്നെ പോലുള്ള ഒരു സ്ത്രീയാണ് ഈ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പെണ്ണിനെ പറഞ്ഞത് കാണിച്ചു കൊടുക്കാനായിട്ട് അത്രയും വൃത്തികെട്ട രീതിയിൽ പോയ നീയാണോ എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നത്? മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്, നിനക്ക് പറ്റിയ പണി അതാ പറഞ്ഞത്. സദാചാര ഗ്രൂപ്പിൽ ചേരുക, ആരെങ്കിലും ഇങ്ങനെ അതാ പറഞ്ഞത്. നിനക്ക് പറ്റും. നിനക്ക് ഇനി കട്ടിങ്ങിനല്ല, റിബൺ കട്ടിയാണല്ല. ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഏത് ഗ്രൂപ്പിൽ ചേർന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിന്റെ ഗ്രൂപ്പ് പറഞ്ഞു, നീ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? നീ നിങ്ങളുടെ നാട് കട്ടി എന്താ പറയാ, ഉദ്ഘാടനത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നില്ല മോളെ. നിന്റെ ഇങ്ങനത്തെ ഒരു ദുഷിച്ച മനസ്സുകൊണ്ടിട്ട് നല്ല രീതിയിൽ പോകണം ആഗ്രഹിക്കുന്നവരെ നിന്നെ നാട് മുറിക്കാനായിട്ട് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല.
നെവിന് നല്ല രീതിയിൽ ഡോസ് അനുമോൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നെവിന്റെ ഡയലോഗും അത്ര വലിയ എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ രസകരമായിട്ടുള്ള ഡയലോഗും ഒന്നുമല്ല. പിന്നെ നെവിൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ജിസയിൽ ആര്യന്റെ ഒരു വിഷയം പിടിക്കുന്നത്. കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ആദ്യം തന്നെ നാറിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഈ ഒരു സാധനം തന്നെയാണ്. ഈ സദാചാരവും മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി കളിക്കലും കുടുംബ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെന്തോ നല്ല കുട്ടി ചമ്മയിലും ദൈവവും മാതാപിതാവും. കാരണം അനുവിന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിടിക്കുന്ന ഒരാളാണ് അനു. അപ്പൊ അതൊക്കെ വെച്ച് തന്നെ നെവിൻ നല്ല രീതിയിൽ തിരിച്ച് അങ്ങോട്ടും കൊട്ടുന്നുണ്ട്. ഇത് പേഴ്സണലി രണ്ട് വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. കിട്ടിയ ചാൻസിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. ഇതൊരു ഗെയിമാണ്, ഇത് റിയാലിറ്റി ഷോ ആണ്. എല്ലാ വ്യക്തികളും ഗെയിം കളിക്കാനാ വന്നേ എന്നൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു വണ്ടർഫുൾ ഷോയാണ്. ഈഗോ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ വെള്ളറിയലല്ല, അതിലും വലിയ ഏറി ഇനി അങ്ങോട്ട് കാണേണ്ടി വരും. സോ അത്രയും വിഷയത്തെ പറ്റി പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.